ഹലോ! നമുക്കിന്നൊരു മീൻകറി വെച്ചാലോ? അതിനായിട്ട് എടുത്തിട്ടുള്ളത് കിളിമീനാട്ടോ. നിങ്ങടെ നാട്ടിൽ ഈ മീനിന് എന്ത് പേരാ പറയണേന്ന് പറയണേ. അതിനായിട്ട് ആദ്യം നമ്മള് ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കടുകിട്ടു. അതിനുശേഷം കുറച്ച് ഉലുവ, ഒരു കൈപ്പിടിയിലത്ര ഉലുവ എടുത്ത് അതും കൂടി ഒന്ന് നമ്മള് പൊട്ടിച്ചുട്ടോ. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് നമ്മൾ ഇട്ട് കൊടുത്തേ. അത്യാവശ്യം കുറച്ചധികം നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട് ട്ടോ. അതെല്ലാം കൂടി നമ്മൾ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ ഇട്ടിട്ടുള്ള മീൻകറിയാട്ടോ. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ മാങ്ങ ഇടുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തേക്ക് കുടംപുളി ഇടേണ്ട ആവശ്യമില്ല. കാരണം മാങ്ങയിൽ തന്നെയുള്ള പുളി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് മാങ്ങയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിനകത്തേക്ക് മസാലപ്പൊടികൾ ഇടാം. നമുക്കൊരു 3 സ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളകും കൂടെ പൊടിപ്പിച്ച് വെച്ചതാട്ടോ. അതൊരു 3 സ്പൂൺ ചേർക്കാം. അതിനുശേഷം അതിനകത്തേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടിയുപ്പല്ല ട്ടോ, കല്ലുപ്പാണ് എടുക്കുന്നത്. ആവശ്യത്തിന് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒരു സാധനം വിട്ടുപോയിട്ടോ, കുറച്ച് മല്ലിപ്പൊടിയും കൂടെ, 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലകളുടെ ഉള്ള ഒരു പച്ചക്കുത്ത് മാറിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാട്ടോ. ചാറിൽ വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ കുറച്ച് വറ്റിച്ച് വേണമെങ്കിൽ എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ചാറായിട്ടാട്ടോ വെക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മളൊന്ന് ഈ അരപ്പൊക്കെ എല്ലാം ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നല്ലപോലെ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഓരോ മീനുകളെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ എല്ലാ മീനും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് യോജിപ്പിക്കാം. ഒരുപാടിട്ട് ഇളക്കരുത്, കാരണം മീൻ പൊടിഞ്ഞു പോകും. അപ്പൊ നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മാങ്ങയിട്ട മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാൻ അതിൻ്റെ കൂടെ കപ്പയും ഉണ്ട് ട്ടോ. നല്ല ചൂട് കപ്പയും ഉണ്ട്. അപ്പം ഈ മാങ്ങ ഇട്ടിട്ടുള്ള മീൻകറി എല്ലാവരും ഒന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ബോക്സിൽ പറയണേ. അപ്പൊ ഞങ്ങൾ എന്തായാലും കപ്പയും മീൻകറിയും കൂട്ടി കഴിക്കാൻ പോവാണ്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാട്ടോ. ബൈ.